അസ്സലാമുഅലൈക്കും. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റമദാൻ സ്പെഷ്യൽ സമൂസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. സമൂസ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ, സമൂസ ഷീറ്റ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, സവാളയിൽ മിക്സ് ചെയ്തത്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി. ഇനി നമുക്ക് സമൂസ ഫില്ലിംഗ് തയ്യാറാക്കാം. ആദ്യം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ചിക്കൻ ഇടുക. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു നുള്ള ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. നമ്മൾ ഈ ചിക്കൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ തണുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ മിക്സിയിലെ ജാറിലേക്ക് ഇടണം. നമ്മൾ ഈ ചിക്കൻ മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിത് ലോ ഫ്ലെയിമിലിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. നമ്മൾ ചിക്കൻ ലോ ഫ്ലെയിമിൽ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം പാൻ അടുപ്പിൽ വയ്ക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. അതിലേക്ക് കറിവേപ്പില ഇടുക. പിന്നീട് മിക്സ് ചെയ്തിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇടുക. ഒരു നുള്ള ഉപ്പിടണം. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം ഇത് വേവാൻ വേണ്ടി അടച്ചു വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം വീണ്ടും മൂടി തുറന്ന് ഒന്നും കൂടി ഇളക്കണം. അതിനുശേഷം മസാല ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി, കുരുമുളക് പൊടി. ഇവയെല്ലാം മിക്സ് ചെയ്യുക. വീണ്ടും അടച്ചു വയ്ക്കുക. അതിനുശേഷം അടപ്പ് തുറന്ന് 1/2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം വീണ്ടും അടച്ച് 2 മിനിറ്റ് വേവിക്കുക. നമ്മൾ നേരത്തെ ബൗളിലേക്ക് മാറ്റിവെച്ച ചിക്കൻ മസാലയിലേക്ക് ഇടുകയാണ്. ഇനി നമുക്കൊന്ന് ഇളക്കാം. നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ സമൂസയുടെ ഫില്ലിംഗ് തയ്യാറായിട്ടുണ്ട്. 1 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വയ്ക്കുകയാണ്. തണുക്കുമ്പോൾ നമുക്ക് സമൂസ ഷീറ്റിലേക്ക് ആ ഫില്ലിങ് വയ്ക്കാം. ഓരോ സമൂസ ഷീറ്റ് എടുത്ത് അതിലേക്ക് ഈ ഫില്ലിങ് നിറച്ച് മടക്കി വയ്ക്കാം.
അപ്പോൾ നമ്മൾ സമൂസ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകാനായി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓരോ സമൂസയായിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി സമൂസ മറിച്ചിടാം. നമ്മളെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.